ഇന്ന് നമ്മളെ തറവാട്ടിൽ തെയ്യത്തിന് പോവാണ് കേട്ടോ. കാസർഗോഡാണ് തെയ്യം. അപ്പം നമ്മൾ തെയ്യം കാണാൻ പോവാണ്. കുഞ്ഞാപ്പി ഉണ്ട്, പുറകിലാണ് ഇരിക്കുന്നത്. എമിൻ 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 അവിടെ കളി തുടങ്ങി. ആ കുഞ്ഞുമണി പുറകിലിരിക്കുന്നുണ്ട്. പോവാം. അപ്പൊ നമുക്ക് തെയ്യം കണ്ടിട്ട് വരാം കേട്ടോ. ഹലോ ഗൈസ്, നമ്മൾ ചീസ് ബോംബ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാദാപുരത്ത് ഇറങ്ങിയിട്ടുള്ളത്. നാദാപുരത്ത് ഇറങ്ങിയത് ചീസ് ബോംബ് കഴിക്കാനെന്നല്ല, പക്ഷെ നമുക്ക് ചീസ് ബോംബ് കഴിക്കാം. നമ്മൾ നാദാപുരത്ത് ഇറങ്ങിയത് എനിക്കൊരു ഡ്രസ്സ് എടുക്കാനായിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളതൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്നാണ് പ്ലാൻ മാറ്റിയത് ചീസ് ബോംബ് കഴിക്കാമെന്നുള്ളത്. നാദാപുരത്ത് തന്നെ സൈൻ ലബൻ ഉണ്ട്, പക്ഷെ നമ്മൾ അവിടെ അല്ല കയറിയത്. സ്റ്റുഡിയോൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു കടയിലാണ് കയറിയത്. ക്വാണ്ടിറ്റി ചെറുതായിരുന്നു, ഇത്തിരി ഉള്ളൂ. സെയിം റേറ്റാണ്, സൈൻ ലബനിലും ഇവിടെയും സെയിം റേറ്റാണ്, പക്ഷേ ഇത്തിരി ക്വാണ്ടിറ്റിയേ ഉണ്ടായിരുന്നുള്ളൂ. ടേസ്റ്റ് ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി. പിന്നെ ഇത്തിരി ദൂരം കഴിയുമ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡിലും ചായക്കടകൾ മാത്രമുള്ള ഒരു സ്പോട്ടുണ്ട്, ചായ മാത്രം കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട്. പേരെനിക്ക് മറന്നുപോയി. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞാനൊരു ചായ പറഞ്ഞു. അപ്പോൾ ചായ കുടിക്കാറില്ലല്ലോ, അപ്പൂസിന് ഒരു ബൂസ്റ്റ് പറഞ്ഞു. ചായക്ക് ഞാൻ എന്തൊക്കെയോ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു, അത് എൻ്റെ സ്ഥിരം പരിപാടിയാണ്. ഇത് കല്ലുമ്മക്കായാണ് കേട്ടോ. നല്ല വീഴ്ചയാണ്. ഫ്രഷ് ഫ്രഷ്. അവിടുന്ന് ചായ കുടിച്ചിറങ്ങിയതും പിന്നീട് അങ്ങോട്ട് ഫുൾ ബ്ലോക്കായിരുന്നു കേട്ടോ. ഇവിടുന്ന് കാസർഗോഡേക്ക് ഒരു 4-5 മണിക്കൂറെങ്കിലും ഉണ്ട്. അപ്പോൾ കുഞ്ഞാപ്പിനെയും കൊണ്ട് പോകുന്നതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. വീട്ടിലേക്ക് എത്തിയപ്പോഴും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തെയ്യം വ്ലോഗ് ഇന്നലെ എടുത്തിട്ട് വന്നു, ഇന്ന് അതിന്റെ പകുതി എടുക്കും. ജയന്റെ പാൻറ്റൊക്കെ ഇട്ടിട്ട് പുതിയ ട്രെൻഡാന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുക. പണിമുടക്കിൻ്റെ അന്നായിരുന്നു തെയ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എമ്മിന് കഴിക്കാനുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ മക്കളൊക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോൾ മസ്റ്റായിട്ടും കൂടെ കൊണ്ടുപോകേണ്ട ഒരാളാണ് ഇതായി വരുന്നത് കേട്ടോ. എമ്മിനായിട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ ചേച്ചിയാണ് കൂടെ വരാറുള്ളത്. ചേച്ചിക്ക് ലീവ് ഇല്ലാത്തതുകൊണ്ട് ഇന്നതാ ഇവനാണ് വന്നിട്ടുള്ളത്. രണ്ട് മാറ്റി പെൺകുട്ടികളെയല്ല, പെൺകുട്ടികളല്ല, ഇത് ഒറിജിനലാ. തങ്കം തങ്കം സാർ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ തെയ്യത്തിന് പോലായി. ഇത് അപ്പൂസുണ്ട്. കുഞ്ഞുമണി കുഞ്ഞുമണി ഇതാണ് നമ്മളെ വീട്. അവിടെ എത്തിയതും ഏതാണ്ടൊക്കെ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ എമ്മിന് എല്ലാവരും മേടിച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയ്യാ ചീത്ത എമ്മിൻ. ഇവിടെയാണ് തെയ്യം നടക്കുന്നത്. ഇത് നമ്മുടെ പള്ളിയറയാണ്. കാസർഗോഡ് കണ്ണൂരുകാർക്ക് അറിയുന്നുണ്ടാകും. നമ്മൾ ചെന്നപാട് അവിടെ കുടുംബത്തെയ്യായിരുന്നു കേട്ടോ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ നേരത്തെ പോകാത്തതുകൊണ്ട് അതിൻ്റെ അടുത്തൊന്നും സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല.
ഹലോ ഗായ്സ്, കുഞ്ഞാപ്പൂൻ്റെ കുരുത്തക്കേട്. കുഞ്ഞാപ്പൂൻ്റെ കുരുത്തക്കേട്. കുടുംബത്തെയും കഴിഞ്ഞ് നമ്മൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അന്നദാനം സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ തന്നെയായിരുന്നു കേട്ടോ. ഞാനും ചേച്ചിയും പിന്നെ എൻ്റെ 2 അനിയന്മാരും കൂടിയിട്ടാണ് തറവാട്ടിൽ അന്നദാനം സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എമ്മിന് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അവനെ കാറിൽ കിടത്തി ഉറക്കിയിട്ട് അച്ഛനെ അപ്പൂസിനെ അവനെ നോക്കാനും ഏൽപ്പിച്ചിട്ട് ഞാൻ ചാമുണ്ടി തെയ്യം കാണാൻ പോയിട്ടോ. വീടെടുത്ത് കുഞ്ഞാപ്പൂസ് എണീറ്റ് വന്നപ്പോഴേക്കും വിഷ്ണുമൂർത്തിയും നമ്മുടെ ഗുളികൻ തെയ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷ്ണുമൂർത്തി തെയ്യത്തിന് കുഞ്ഞാപ്പൂവിൻ്റെ ഒരു നേർച്ച കൂടി ഉണ്ടായിരുന്നു. അതും നമ്മൾ ഇത്തവണ തന്നെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സന്തോഷത്തോടെ ജീവിക്കാതെ ആ പടവിളിക്ക് 9 കൂറ്റുകാട്ടി ഭഗവാൻ ചെന്നെടുത്തു. മാറോട് ചേർത്ത് പിടിക്കുന്നു. ഭഗവാൻ തന്നെ പരിപാലിക്കുന്നു. മഹാസങ്കടങ്ങളെല്ലാം ദൂരീകരിച്ചിട്ട് പൊന്നെ സൂപ്പറാന്ന് പറ. ആ ഗ്ലാസ് ഇല്ല. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ തെയ്യം കൂടി കണ്ട് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.